പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ തന്നെ ഒരു അപകട വാർത്ത വരുന്നു. അവിടെ MC റോഡിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് ജീവൻ നഷ്ടമായി. കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഫയർഫോഴ്സ് സംഘം എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ആ കാറിന്റെ കിടപ്പ് കണ്ടാൽ തന്നെ അറിയാം വലിയ ഇടിയായിരുന്നു എന്നുള്ളത്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? കാറിൽ എത്ര പേരുണ്ടായിരുന്നു? മരിച്ചത് ആരാണ്? MC റോഡിൽ പന്തളം കുരമ്പാല അമൃത വിദ്യാലയത്തിന് സമീപം രാവിലെ 6:45 കൂടിയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ KSRTC ബസ്സും എതിർ ദിശയിലെത്തിയ കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻവശം പരിപൂർണമായി തകർന്നു. മുൻ സീറ്റ് കാർ യാത്രക്കാർ രണ്ടുപേരും ഫ്രണ്ട് ക്യാബിനിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എത്തി വാഹനത്തിന്റെ വശം വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്. കാർ യാത്രക്കാരനായിട്ടുള്ള രണ്ടുപേരും തിരുവനന്തപുരം സ്വദേശികളാണ്. ഒരാൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ KSRTC ബസ്സിലെ ജീവനക്കാർക്കും യാത്രക്കാർക്കും നേരിയ തരത്തിലുള്ള പരിക്കുണ്ട്. ഇവരെ എല്ലാവരെയും അടൂർ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപകടത്തെ തുടർന്ന് MC റോഡിൽ തടസ്സപ്പെട്ട ഗതാഗതം 7:30 കൂടിയാണ് പുനഃസ്ഥാപിക്കാനായത്. അപകടത്തിൽപ്പെട്ട രണ്ട് വാഹനങ്ങളും സമീപത്ത് മറ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സമില്ലാത്ത തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലർച്ചെ സമയമാണ്. ഒപ്പം തന്നെ വാഹന തിരക്ക് കുറച്ചുള്ള സമയം. അതിനാൽ തന്നെ നല്ല വേഗതയിലാണ് രണ്ട് വാഹനങ്ങളും കടന്നുപോയത്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായ വിവരം.